ഇതുപോലൊരു പൂരം നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാവില്ല. അഹങ്കാരം കൊണ്ട് പറയല്ല കേട്ടോ, ഇത് ഞങ്ങളുടെ നാട്ടിലെ പൂരമാണ്. വർഷത്തിലൊരിക്കലും മാത്രം നടക്കുന്ന പൂരത്തിന്റെ തലേ ദിവസത്തെ പൂരക്കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. പൂരത്തലേന്ന് രാത്രി കലാപരിപാടികളാണ്. പൂരത്തലേന്നുള്ള സ്റ്റേജ് മിക്കവാറും ഈ നാട്ടിലെ കലാസ്നേഹികളുടേതാണ്. ചെറിയ കുട്ടികളുണ്ടാവും, അവരുടെ അമ്മമാരുണ്ടാവും, അവരുടെ അമ്മമ്മമാരുണ്ടാവും. അങ്ങനെ പ്രായഭേദമൊന്നും ഇല്ലാതെ ഒരുപാട് പേരൊന്നിച്ച് സന്തോഷത്തോടെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് ഞങ്ങളുടെ നാട്ടിലെ പൂരം. ചന്ദനത്തിൻ മണമുള്ള നന്ദനത്തിൽ കുടികൊള്ളും മന്മദാരി ശിവസുതനി അയ്യപ്പ മാധവന്റെ തീരും. ശരിക്കും നാട്ടിലെ പൂരം എന്നൊക്കെ പറയുമ്പോൾ അതൊരു വികാരമാണ്. ആർക്ക്? അതൊക്കെ നാടും വീടും വിട്ട് ജോലിക്കൊക്കെ ആയിട്ട് പുറത്തു പോകുന്ന ആൾക്കാർക്ക്, ഒരുപാട് ആഗ്രഹിച്ചിട്ടും ഈ പൂര ദിവസം വീട്ടിലെത്താനായിട്ട് കഴിയാത്തവർക്ക്. അങ്ങനെ ഈ ഒരു പൂരം നാടിന്റെ സ്വകാര്യ അഹങ്കാരമായിട്ട്, സ്വന്തം സ്വകാര്യ എൻജോയ്മെന്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. വളർന്നു വരുന്ന തലമുറയാണ്. ഇത് അമ്പലത്തിനടുത്തായിട്ടുള്ള നമ്മുടെ നാട്ടിലെ പറമ്പില് ചെറിയൊരു സ്റ്റേജൊക്കെ കെട്ടി കാണികളായിട്ട് നാട്ടുകാരൊക്കെ ഇരിക്കുകയാണ്. ലേഡീസിനും കുട്ടികൾക്കൊക്കെ ആയിട്ട് ഇരിക്കാനായിട്ട് ചെറിയൊരു ടാർപ്പായ നമുക്കിങ്ങനെ നിലത്ത് വിരിച്ചിട്ടുണ്ട്. അല്ലാത്ത പക്ഷം നമ്മൾ കരിയിലൊക്കെ ഇരുന്നിട്ട് വേണം ഇതൊക്കെ കാണാനായിട്ട്. ഇതിന്റെ ഇടയിൽ വീട്ടിൽ നിന്ന് പേപ്പർ എടുത്ത് കൊണ്ടുവന്നിട്ടിരിക്കുന്നവരുണ്ട്, തൊട്ടടുത്ത് വീട്ടിൽ നിന്ന് ചെയർ കൊണ്ടുവന്നിട്ടിരിക്കുന്നവരുണ്ട്. നമ്മളെന്തായാലും കരിയിലാണ് ഇരിക്കുന്നത്. നമുക്ക് കാണാൻ സൗകര്യത്തിന് ഇവിടെയാണ് സ്ഥലം കിട്ടിയത് എന്നുള്ളതാണ് ഒരു കാര്യം. അടുത്ത് തന്നെ സ്നാക്സ് ഒക്കെ വെക്കുന്ന ചെറിയ ചെറിയ കച്ചവടക്കാരുണ്ട്. വേണ്ടെങ്കിലും നമ്മളിങ്ങനെ കുറിക്കാനൊക്കെ ആയിട്ട് വാങ്ങാറുണ്ട്. അടുത്തിരിക്കുന്നവരും ഫാമിലിയിലുള്ളവരും അടുത്ത വീട്ടുകാരും ഒക്കെ ആയിട്ട് ഇങ്ങനെ നാട്ടിലെ കലാപരിപാടികളൊക്കെ കാണുമ്പോഴൊരു സുഖം മൾട്ടിപ്ലക്സ് തിയേറ്ററിൽ പോയാൽ കിട്ടില്ലെന്ന് വേണം പറയാൻ. താല്പര്യമുള്ളവരെല്ലാവരും കമ്മിറ്റിയുമായി ബന്ധപ്പെടുക. നിങ്ങളുടെ പ്രോത്സാഹനം കയ്യടികളാണ്. നിറഞ്ഞ കയ്യടികളോടെ നമ്മുടെ അമ്മമാരെ സ്റ്റേജിൽ സ്വീകരിക്കുക. ഇന്ന് നടന്ന പരിപാടികളിൽ ഏറ്റവും മനോഹരമായിട്ട് തോന്നിയിട്ടുള്ള ഒരു പരിപാടിയാണിത്. അമ്മമാരൊരു മടിയും കൂടാതെ ഇങ്ങനെ ഒരു സ്റ്റേജിൽ കളിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. മക്കളുടെയും കൊച്ചുമക്കളുടെ ഒക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഇവരത് പഠിച്ചിരിക്കുന്നത്. ഇവരുടെ ഡാൻസ് തുടങ്ങിയപ്പോൾ എവിടെ നിന്നൊക്കെയാ കുട്ടികളും ആൾക്കാരെല്ലാം ഓടിക്കൂടുന്നതെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അത്ര രസമായിരുന്നു അവർ കളിക്കുന്നത്. ശരിക്കും ഇതുപോലുള്ള കലാപരിപാടിയുടെ ലക്ഷ്യം ഇത് തന്നെയാണ്. നമ്മൾ അറിയപ്പെടാതെ പോകുന്ന കലാകാരികൾക്കൊക്കെ ഒരു സ്റ്റേജ് കിട്ടുക. ഈ അമ്മമാരുടെ ഡാൻസ് ഒക്കെ കാണുമ്പോഴാണ് കലാവാസന അത് ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു സാധനമാണല്ലോ. അതിന് പ്രായമില്ല, അവസാനമില്ല. മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നും ഇത് സാധിച്ചെടുക്കുക എന്നുള്ളതിന്റെ ഒരു തെളിവാണ് കേട്ടോ.
ഏകദേശം 1.5 മണിക്കൂറോളം നീണ്ട കലാപരിപാടികൾ അവസാനിച്ചു. കലാപരിപാടികൾ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തത് മാത്രമേ അവസാനിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള കലാപരിപാടികൾ പിന്നീടായിരുന്നു. ഒരു കുട്ടിക്കലാശം പോലെ അടുത്ത വർഷത്തേക്കുള്ള ഓർമ്മയായിട്ട് എടുത്തു വെക്കാനായിട്ട് എല്ലാവരും കൂടിയിട്ട് ഒരു ഡാൻസ് വേണ്ടേ. ഒരാൾക്കും ഈ സ്റ്റേജിൽ കയറിയിട്ട് 2 സ്റ്റെപ്പ് ഇടാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടാവാൻ പാടില്ല. അതിനായിട്ട് നല്ല അടിപൊളി പാട്ടുകളൊക്കെ വെച്ചിട്ട് എല്ലാവരും കൂടി ഡാൻസ് ചെയ്യായിരുന്നു. ഇത് കാണുമ്പോൾ അറിയാം നമ്മുടെ നാടിന്റെ വൈബ് എന്താന്നുള്ളത്. ജീവിതത്തിൽ പല സാഹചര്യങ്ങളും കൊണ്ട് എത്തിപ്പെടാൻ പറ്റാത്ത പലരും ഉണ്ടാവും ഈ പൂരം കാണാനായിട്ട് ആഗ്രഹിച്ചവർ. അവർക്ക് വേണ്ടിയിട്ട് കൂടി ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.